നല്ല ഇടിവെട്ടി മിന്നിറങ്ങി, പക്ഷേ മഴ പെയ്തില്ല. മഴ പെയ്തോയെന്ന് ചോദിച്ചാൽ ഒന്ന് പൊടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. കാര്യമായിട്ട് മഴയും ഒന്നും പെയ്തില്ല. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തണുപ്പ് അടിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു തണുപ്പ് അടിക്കുന്ന സമയത്ത് പൊതുവേ എൻ്റെ നാട്ടിലാണെങ്കിൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തണുപ്പൊക്കെ ആണെങ്കിൽ നേരെ വയനാട് ചുരത്തിലേക്ക് വിടും. എന്തിനെന്നറിയോ? നമ്മുടെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളെ വീട്ടിലെവിടെയും കട്ടൻ ചായ ഇല്ലേ എന്നുള്ളത്. അതല്ല, അത് അവിടെ പോയി കുടിക്കുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പോൾ എനിക്കിപ്പം വയനാട്ടിൽ ചുരത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ വരെ വണ്ടി ഓടിക്കണ്ടേ. അതും പോരാഞ്ഞിട്ട് ഇവിടെ കൊയിലാണ്ടി പോകാമെന്ന് വിചാരിച്ചു. അതും എനിക്കൊരു ചടപ്പ്. അങ്ങനെ ആരുമില്ല, അരുണില്ല. ഒന്നാമത് ഞങ്ങൾ 3 പേരുമാണല്ലോ, ഒരു ജാതി ചടപ്പ്. അപ്പം പിന്നെ എന്ത് വിചാരിച്ചു, നമുക്ക് വീട്ടിലേക്ക് കട്ടൻ ചായ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് കട്ടൻ ചായ കൊണ്ടുവന്നതല്ല, വീട്ടിൽ വെച്ച് കട്ടൻ ചായ. ഇവിടെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ചെറിയൊരു തണുപ്പിൽ ഇങ്ങനെ കട്ടൻ കുടിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ കട്ടൻ ചായക്ക് സ്നാക്സായിട്ട് സ്നാക്സായിട്ട് പൊതുവെ വേണ്ടിയെന്ന് വെച്ചാൽ പഴംപൊരിയായിരുന്നു. അപ്പോൾ ഇവിടെ പഴം പൊരിക്കാനില്ലാത്തതുകൊണ്ട് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ഇതേ നെയ്യിലാണ് പൊരിച്ചത്. ഇത് നെയ്യിൽ പൊരിച്ചതാണ്. അപ്പോൾ മുട്ടയുടെ കൂടെ കുറച്ച് പാലും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ നെയ്യിലിട്ട് പൊരിക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിലേക്ക് 2 ഏലക്കായയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ടാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റും മണമായിരിക്കും. പൊതുവെ നെയ്യ് പൊരിച്ചാൽ വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ്. അപ്പം കഷ്ണം ആണ് എടുത്തത്. അപ്പം നിങ്ങളോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാനിത് കഴിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല സോഫ്റ്റുമാണ്. ആ നെയ്യിൻ്റെ ടേസ്റ്റും ഉണ്ട്. ഒരു വല്ലാത്തൊരു ശരിക്കും നമുക്ക് പഴംപൊരി ആയിരുന്നു വേണ്ടിയത്, അപ്പം അതില്ലാത്തതുകൊണ്ട്. ബ്രെഡും നല്ല മധുരടാത്ത കട്ടൻ ചായ. എന്ത് സുഖം, അന്തസ്. ഞാൻ വാതിൽ തുറന്നിട്ടാ തണുത്ത കാറ്റിങ്ങോട്ട് വീശാണ്. കൊലായിൽ പോയി കുത്തിരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു ഭയം, പേടിയല്ല കേട്ടോ, ഭയം. അപ്പം പിന്നെ വിചാരിച്ച് വാതിൽ തുറന്നിട്ടിട്ട് ഇവിടെ കുത്തിരിക്കാന്ന്. അങ്ങനെ ഇവിടെ കുത്തിരുന്ന നമുക്ക് മനുഷ്യന്മാരെയല്ല കേട്ടോ പേടി. നിങ്ങൾ വിചാരിക്കും കൊലായിൽ വന്നിട്ട് ആരോ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള പേടി. അതല്ല, ബൗബൗവിനാ പേടി. ഇതിലേക്ക് ബൗബൗ ഉണ്ട്, അതുകൊണ്ടാണ് ആത്തുകുത്തിന് കുടിക്കുന്നത്. ഓക്കെ, ടാറ്റാ.